ഓടി നടന്ന സിനിമകൾ ചെയ്യാന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാ നല്ല മലയാള സിനിമയുടെയും ഭാഗമാവുന്നുണ്ട്. എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്? അങ്ങനെ ഓടി നടന്ന് ഇപ്പൊ മഴയായതുകൊണ്ട് അധികം ഷൂട്ടൊന്നും നടക്കണില്ല. പക്ഷെ അല്ലാതെ ഭയങ്കര സന്തോഷമാണ് ചെയ്യാൻ പറ്റിയ സിനിമകളും. എന്താ വെച്ചാൽ ഇത് നമുക്കായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതല്ലല്ലോ സിനിമകളുടെ വിധിയും സിനിമകൾ നന്നാവുന്നതും ഒക്കെ. നമ്മളവിടെ പോയി അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നല്ല ആൾക്കാരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പൂജയുടെ ഒരു ഫിലിമോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ചേച്ചി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വാട്ട് എ ലിസ്റ്റ് പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ടേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് 4 വർഷം കൊണ്ട് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് അത്രയധികം സിനിമകൾ. അത് പോലീസ് ക്യാരക്ടറായിട്ട് വന്നു. ഇപ്പൊ ലാസ്റ്റ് പടക്കളത്തില് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാര്യയുടെ സീൻ വന്നു. സൂക്ഷ്മദർശിനിയിലൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കും ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിലോ. ആവേശത്തിലാണെങ്കിൽ ഫഹദ് ഫാസിലിനോടൊപ്പം പോകുന്ന ഒരു ക്യാരക്ടർ. കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സ്ത്രീകള് പൊതുവെ മലയാള സിനിമയിൽ കുറവാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസും സിനിമയിൽ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു ജേണി ഉണ്ടാവില്ലേ, ആ ഒരു പൂജയും ഈ ഒരു പൂജയും തമ്മിലുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണി എന്താ വെച്ചാൽ ഞാൻ പഠിച്ചതും ഇതൊക്കെ തന്നെയാണ്. ഞാൻ തിയേറ്ററായിരുന്നു. അപ്പൊ നമ്മള് ത്രൂ ഔട്ട് ഇതൊരു 10 വയസ്സുള്ളപ്പോ തൊട്ട് അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ മീഡിയം വ്യത്യാസമാണേ ഉള്ളൂ. പക്ഷെ സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പം ഈ അഭിനയം മാത്രമല്ല, അതിന്റെ കൂടെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഇത്രയും ആൾക്കാര് നമ്മളെ തിരിച്ചറിയുക. എന്നാലും കുറെ പേർക്ക് അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയിപ്പൊ ഇവളാരാ എന്നാണല്ലോ നമ്മുടെ മെയിൻ കമന്റ് ബോക്സ് തന്നെ, നീ ആ കേതാ അങ്ങനെ പറയുന്ന ആൾക്കാര് ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര, ഇപ്പൊ റാൻഡംലി ഒരാൾ വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കുക. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഈ ഒരു ആസ്പെക്ട് ഡീൽ ചെയ്യുക. ഞാനൊക്കെ ചിലപ്പോൾ കൂട്ടുകാരായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ചൊക്കെ നടക്കുമായിരിക്കും. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂട്ടുകാരികളോടൊപ്പം ചെയ്തത് കണ്ടോ അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ നമ്മള് ഇനി കോൺഷ്യസ് അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മീൻസ് ആൾക്കാർ കുറച്ചും കൂടെ നമ്മള് ഇങ്ങനെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഇപ്പൊ നടക്കുമ്പോ ആവേശത്തിലെ ചേച്ചി അങ്ങനെയൊക്കെ പുറകിന്ന് പറയുന്നത് കേൾക്കാം. ആദ്യമൊക്കെ ഇച്ചിരി ഓക്വേർഡായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അത്ര അങ്ങോട്ട് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളല്ല, അങ്ങനെ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആരൊക്കെയോ എന്നെ നോക്കുന്നു, അങ്ങനത്തെ ഒരു ടെൻഷനാണ് ശരിക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവർക്ക് എന്തൊരു ജാടയാ. പക്ഷെ അത് സ്ഥിരം നടക്കുക. പിന്നെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പം. പക്ഷെ ഇപ്പൊ അത് കുറെയൊക്കെ കംഫർട്ടബിൾ ആയി തുടങ്ങി. അതും നല്ല കാര്യമാണല്ലോ. ഇപ്പൊ ആൾക്കാരെ നമ്മൾ ഓർക്കാന്നുള്ളതാണല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. സിനിമയിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണ്, ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. നമ്മൾ നോർമലി നാടകം എന്നൊക്കെ പറയുമ്പോൾ ഒരു 2 മണിക്കൂർ അല്ല അതിനേക്കാൾ കൂടുതൽ ലൈവ് പെർഫോമൻസ് ചെയ്യണം. പക്ഷെ സിനിമയിലാണെങ്കിൽ നമ്മൾ ഈ കട്ടിങ് എഡിറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി അത് ചെയ്ത് വലിപ്പിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റീടേക്ക് എടുത്ത് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്. അപ്പോ നാടകം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമോഷൻസ് കൺവേ ചെയ്യാൻ എളുപ്പമാണ് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു സിനിമയിൽ വലിപ്പിക്കാൻ പറ്റുന്ന സമയം കുറവാണ് ആക്ച്വലി. ഈ കട്ടിങ്ങിലും എഡിറ്റിങ്ങിലും നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഒരു സമയത്തെ നമ്മള് അഭിനയിക്കുന്നുള്ളൂ. അപ്പൊ അതും ചിലപ്പോ നമ്മുടെ ഏറ്റവും നല്ല ടേക്ക് ഒന്നും ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നുവെച്ചാൽ കുറെ പേരുണ്ടാവും ഒരു സീനില്. അപ്പൊ അതിലെല്ലാവരും മെജോറിറ്റി ആൾക്കാർ നന്നായ ഒരു സീനായിരിക്കും അവരെടുത്ത് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മൾ അത്ര ഓക്കെ ആയിരിക്കണം എന്നില്ല. അത് ചിലപ്പോൾ നമ്മുടെ തലയിലുള്ള ചിന്തയും ആയിരിക്കാം. എന്താ വെച്ചാൽ നമ്മളെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആ സിനിമേനെ മൊത്തത്തിൽ നോക്കി കാണുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാവുള്ളൂ. തിയേറ്റർ ആകുമ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ കയറി ആ 2 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുകയാണ്. ആ സമയത്ത് സംവിധായകനോ അല്ലാണ്ട് വേറൊരാൾക്കും ഒരു പവറും ഇല്ല കയറി വന്ന് നമ്മളെ തിരുത്താനൊന്നും. നമ്മൾ ചെയ്തതാണ് ഇത്. അവിടെ അതൊരു ആക്ടേഴ്സ് മീഡിയ ആണ് തിയേറ്റർ. പക്ഷെ സിനിമ ഒരു ആക്ടേഴ്സ് മീഡിയ അല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കുറച്ചുകൂടി അപ്പൊ ഇഷ്ടം ഒരു തിയേറ്റർ വർക്ക് ചെയ്യാനാണോ? എനിക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല. എന്താ വെച്ചാൽ ഞാൻ
എനിക്ക് അഭിനയിക്കുകയാണ് മെയിൻ. അഭിനയിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ നല്ല നല്ല മനുഷ്യന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും രസം. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കോ ആക്ടറായിട്ടുള്ളൊരു എനർജി ആ സമയത്ത് ചിലപ്പോൾ സ്ക്രീനിൽ കാട്ടി കൂടുതൽ മാജിക് ആ ഓൺ ദ മൊമെന്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആ മൊമെന്റിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോഴായാലും ആളുകള് നമ്മളിപ്പോ ഓൺലൈൻ മീഡിയാസ് ആയാലും ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നടന്നു വരുമ്പോ ആവേശത്തില് ചേച്ചി വരുന്നു ആ രീതിയിലാണ്. ഇപ്പോഴും ആവേശത്തിലെ ആ ഒരു ക്യാരക്ടർ അത്രയും ആളുകളുടെ മനസ്സിൽ പതിഞ്ഞൊരു ക്യാരക്ടറാണ്. ഒരു ഡയലോഗില്ലേ, എടാ സുന്ദരന്മാര് ഒന്ന് പറയുമത്? എടാ സുന്ദരന്മാര്. ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ആ ഒരു സിനിമയിൽ അത്ര അധികം ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല. ആകെ നിങ്ങൾ ആ ഒരു സമയത്ത് വരുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. ഫഹദ് ഫാസിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ചേച്ചിയുടെ ഒരു വിളയാട്ടമായിരുന്നു. ഇപ്പോഴായാലും അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അതായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു അത്. പിന്നെ എനിക്ക് തോന്നുന്നു ആവേശത്തിന്റെ പ്രത്യേകത അഗെയിൻ ഇസ് ബിക്കോസ് ആവേശം ഈ ഫഹദ് ഫാസിൽ എന്നൊരു നടന്റെ ഒരു സിനിമ ആയതുകൊണ്ടും അതിന്റെ ആ സിനിമയുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ. ഇപ്പൊ ചോട്ടാ മുമ്പേ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം കഴിഞ്ഞ് ഇത് റിലീസ് ആയതാലും ആൾക്കാർ പോയി ഡാൻസ് കളിക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഓരോ സിനിമയ്ക്കും ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ. കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവേശം. അത് കുറേ പേര് കണ്ടു. ഇപ്പൊ ഞാൻ തഞ്ചാവൂർ പോയിരുന്നു, തഞ്ചാവൂർ അമ്പലത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു സാധാരണ തമിഴന്മാര്, നമ്മള് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, അവിടുത്തെ കടയിലൊക്കെയുള്ള ചേട്ടന്മാര് വന്നിട്ട് നീങ്ക ആവേശത്തിലെ ചേച്ചി താനേ അങ്ങനെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അത് എനിക്കൊന്നു ആ സിനിമ അത്രയും ആൾക്കാർ കണ്ടതിന്റെ ഇമ്പാക്റ്റും കൂടിയാണ്. ചിലപ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമ അതായിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ സിനിമ അത്രയും പേര് കണ്ടു, ഇങ്ങനെ ആൾക്കാർ കാണുന്ന സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് ആ വിസിബിലിറ്റി കിട്ടിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഫഹദിനോടുള്ള ആൾക്കാർക്കുള്ള സ്നേഹമുണ്ടല്ലോ. ഇപ്പൊ ബോംബെയിലൊക്കെ എൻ്റെ കുറെ ഈ തിയേറ്ററുമായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എല്ലാ ഫഹദ് ഫാസിൽ സിനിമയും കാണും. ഇറങ്ങി കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെയാ. അപ്പൊ ഇവര് മറ്റേ എടാ മോനെ ടീഷർട്ടൊക്കെ മേടിച്ചിട്ട് നടക്കുന്നു. ബർത്ത്ഡേക്കൊക്കെ ഇലൂമിനാറ്റി ഒക്കെയാണ് തീം സോങ് ഒക്കെ ആയിട്ട് പ്ലേ, അങ്ങനെയൊക്കെ പാർട്ടീസൊക്കെ. അപ്പോ അത് ആ ഒരു നടനോടുള്ള ഇഷ്ടം കാരണം നമുക്ക് അതിന്റെ ഒരു ഇഷ്ടം കുറച്ച് കിട്ടി എന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിൽ ഒരുപാട് റേഞ്ച് ഓഫ് റോൾസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതില് ജിത്തു മാധവൻ പറഞ്ഞത് റീഇൻട്രൊഡ്യൂസിങ് പാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പുള്ളി വേറെ രീതിയിലുള്ള ഒരു ഫഹദ് ഫാസിലിനെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ കൂടെ അഭിനയിച്ചപ്പോ എന്തായിരുന്നു ഈ കൂടെ അഭിനയിക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനത്തെ ഭയങ്കരമായ നടനാണെന്നുള്ളൊരു എനർജി ഒന്നും ഇല്ല പുള്ളിക്കാരുടെ പണിയെടുക്കുന്നു പോകുന്നു. അല്ലാതെ ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് അല്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർസിനെ കാണുമ്പോൾ ഒരു ഓറ മറ്റേ അങ്ങനെയൊക്കെ തോന്നില്ല. അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു വ്യക്തി. അയാൾ വരുന്നു, അയാൾ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്യുന്നു, അയാൾ പോകുന്നു. വേറെ അതിൻ്റെ ഇടയ്ക്കൊരു എന്താ പറയാ അനാവശ്യമായ സംസാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര അക്കോമഡേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ നമുക്കിങ്ങനെ അയ്യോ ഫഹദ് ഫാസിൽ അങ്ങനെയൊന്നും തോന്നില്ല. നമുക്ക് ബാക്കി എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന അത് പുള്ളിക്കാരൻ്റെ ഒരു രീതി ആയിരിക്കാം. അത് ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ എല്ലാവരും തന്നെ. അപ്പൊ ആവേശം പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സൂക്ഷ്മ ദർശനയിലാണ്. അത് കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. നമ്മളിങ്ങനെ ആലോചിക്കും, 4 പെമ്പിള്ളേര് വന്നു, ഒരു ക്രൈം കണ്ടുപിടിക്കുന്നു, അവര് അതായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ ചെറുതായിട്ടാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്? അത് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഇതില് ഇങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഭയങ്കര ഒബ്സസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട്. ഒരു ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ അന്വേഷിച്ചു പോവും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് ചെറിയ കാര്യമാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് വലുതായിട്ടുള്ള ഒരു പരിപാടി ഒന്നുമല്ല. അപ്പൊ നമ്മളൊരു ന്യൂസ് കേട്ടു, അത് ശരിയാണോ തെറ്റാണോ, അപ്പം നമ്മൾ ഇപ്പുറത്ത് അന്വേഷിക്കും അപ്പുറത്ത് അന്വേഷിക്കും.
ഇങ്ങനെ എല്ലാവരുടെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഓ അപ്പൊ ഇതാണ് നമ്മളൊരു കൺക്ലൂഷനിലെത്തില്ല. അപ്പൊ എങ്ങനെയായിരുന്നല്ലേ എന്നുള്ള സാധനത്തിലോട്ടൊക്കെ എത്തുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺപിള്ളേരെ കാണുമ്പോ ഒക്കെ എനിക്ക് വയസ്സായിട്ടില്ല ഞാൻ പറയുന്നത്, അല്ല മൊത്തത്തിൽ ഇപ്പൊ ഒരു പെൺപിള്ളേരുടെ ഒരു വൈബ് ഭയങ്കര അടിപൊളിയാ. അപ്പൊ നമ്മൾ കുറെ പരിപാടിക്കൊക്കെ ഞാനൊക്കെ പോകുമ്പോ ചില ജഡ്ജ് ചെയ്യാൻ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അങ്ങനെയൊക്കെ പോകുമ്പോ ഈ പെൺകുട്ടികൾ വൻ പവറാണ്, ഫുൾ പവർ അവരുടെ സംസാരവും രീതികളും ഒക്കെ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ